വെൽക്കം ടു സഹാന സിമ്പിൾ ടിപ്സ്. ഇന്നേക്ക് നമുക്കൊരു പൊരിവട തയ്യാറാക്കി നോക്കാം. അതിന് മുൻപൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനലിൽ തമിഴ് ഫുഡ് റെസിപ്പീസ്, മലയാളം ഫുഡ് റെസിപ്പീസ് രണ്ടും ഇടകലർന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തമിഴ് ലാംഗ്വേജും മലയാളം ലാംഗ്വേജും യൂസ് ചെയ്യുന്നുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് പൊരിയെടുത്ത് അരിപ്പ പോലൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനടിയിൽ ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുതിർത്ത് വെക്കാം. ഇത് കുതിരുന്നതിനോടൊപ്പം ഇതിലുള്ള മണ്ണും അഴുക്കും എല്ലാം അടിയിൽ പോവുകയും ചെയ്യും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് നല്ലപോലെ കുതിർന്ന് കിട്ടും. ഇത് കുതിരുമ്പോൾ നമുക്കറിയാം, ഇത് എടുത്ത് കയ്യിൽ വെച്ച് ഞെക്കി നോക്കുമ്പം അത് നല്ല സോഫ്റ്റായിട്ട് മാറും. അപ്പം നമ്മളിത് വെള്ളം ഊറ്റിയെടുത്ത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അരിപ്പ പോലൊരു പാത്രത്തിലിട്ട് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുതിർന്നതിന് ശേഷം നമുക്കിങ്ങനെ അരിച്ചെടുക്കുകയും ചെയ്യാം. അരിച്ചെടുത്ത പൊരി ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം 1 കപ്പ് അരിപ്പൊടി, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തുണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, ഉപ്പ് പൊരിയിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാവൂ. കുറച്ച് കുരുമുളകും, മല്ലിയിലയോ കരിയേപ്പിലയോ അല്ലെങ്കിൽ പുതിനയിലയോ ഏതില വേണമെങ്കിലും ചേർക്കാം. അതും ചേർത്ത് പുളിപ്പില്ലാത്ത 2-3 കരണ്ടി തൈരും ഒഴിച്ച് ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം. കുഴയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം. വട ഷേപ്പോ അല്ലെങ്കിൽ ബോണ്ട ഷേപ്പോ ഏത് ഷേപ്പാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് ആ ഷേപ്പിൽ നിങ്ങൾക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് പരത്തി വെച്ചിരിക്കുന്നതെല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഈ വട ഉഴുന്ന് വടയുടെ അത്രയും സോഫ്റ്റ് അല്ല, എന്നാൽ പരിപ്പുവടയുടെ അത്രയും ഹാർഡും അല്ല. നമ്മൾ പൂജയ്ക്കൊക്കെ വാങ്ങുന്ന പൊരി അതിന് ശേഷം വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെ സ്നാക്സ് ആക്കി കുട്ടികൾക്കും ചെയ്തു കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം സഹാന സിമ്പിൾ ടിപ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.